ഈ സിനിമയിലാന്നേലും ചെറുതാന്നേലും വലുതാന്നേലും ഒരുപാട് വേഷങ്ങൾ ചെയ്തില്ലേ? അതേപോലെ ഇപ്പൊ നല്ലൊരു ജോലി ചെയ്തു. ഇത് എല്ലാം പോയിട്ട് ഈ ക്രിക്കറ്റിലേക്ക് ഇത്രയും വലിയൊരു ഹരം വന്ന എങ്ങനെയാ? ഇല്ല ചേച്ചി, എനിക്ക് ക്രിക്കറ്റിൽ പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമായിരുന്നു. ഞാൻ ഇപ്പോൾ നാഗ്പൂരിൽ എത്തിയ സമയത്ത് ഞാൻ മറ്റേ പ്ലാസ്റ്റിക് ബോളും ബാറ്റും ഒക്കെ അച്ഛൻ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് കളിച്ചു തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബാറ്റൊക്കെ വെച്ച് കളിച്ചു തുടങ്ങി. ഞാൻ അത്യാവശ്യം നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ഈ ക്രിക്കറ്റ് ഞാൻ വളരെ അതെ ഞാൻ എല്ലാ ഗെയിംസും ഇപ്പോൾ വളരെ കുറച്ച് ഗെയിംസ്, അതായത് ഇപ്പോൾ ബാസ്കറ്റ് ബോൾ പോലത്തെ ഗെയിംസ് വിട്ടാൽ ബാക്കിയുള്ള എല്ലാ ഗെയിമും ഞാൻ എബോ ആവറേജ് ആയിട്ട് കളിക്കുമായിരുന്നു. ഫുട്ബോൾ പോലും. ഫുട്ബോളൊക്കെ എനിക്കിപ്പോൾ കളിക്കാൻ പേടിയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് പ്രോൺ ടു ആക്സിഡൻറ്റ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ CCയിൽ വന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ കളിക്കുമായിരുന്നെങ്കിൽ ഈ സെലക്ഷന് പോകുമ്പോഴത്തേക്കും സെലക്ഷന് ഞാൻ നല്ലപോലെ കളിക്കില്ല. അത് എന്തോ പ്രശ്നങ്ങൾ കാരണം. അതായത് ഞാനെന്ത് കോൺഷ്യസ് ആകുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം കാണും. പിന്നെ ഞാനെന്താ അന്ന് വിചാരിച്ചിരുന്നു വെച്ചാൽ സെലക്ഷൻ ഇവരെന്താ നോക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇവൻ കളിക്കുന്നത് എന്നുള്ളതാണ്. ഇവൻ എത്ര 4 അടിക്കും 6 അടിക്കും എന്നുള്ളതല്ല. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ നല്ലപോലെ അടിക്കണം, ഇതാണ്. അപ്പോൾ ഈ അടിക്കാൻ പോകുമ്പോൾ ബോൾഡാവും അല്ലെങ്കിൽ മിസ്സാവും. അപ്പോൾ ഇത് വെച്ച് എന്നെ ഒരിക്കലും സെലക്ട് ചെയ്തിട്ടില്ല. CCL എന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ സെലക്ഷന് ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ആയതാണ്. അപ്പം ഇന്ദ്രജിത്തും കുഞ്ചാക്കോപനൊക്കെ ആയിട്ട് അപ്പം നമ്മുടെ ഒരു ക്ലബ്ബുണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്. അപ്പം അതിൻ്റെ കുഞ്ചാക്കോപൻ ചെയർമാൻ, വിജയ് സുദാസ് സെക്രട്ടറി, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി. നമ്മുടെ ക്ലബ്ബ് വളരെ ഇതായിട്ട് പോകുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും നമ്മൾ പുറത്തൊക്കെ പോയി കളിക്കാറുണ്ട്. അപ്പോൾ ഇന്ദ്രജിത്ത് അന്ന് പ്രിയൻ സാറും ലിസ്റ്റ് ചെയ്യുക ഇന്ദ്രജിത്തിൻ്റെ ചോദിച്ചപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ ആക്ടേഴ്സിൽ കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രജിത്തൊക്കെ ഓൾറെഡി എൻ്റെ ഗെയിം കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇന്ദ്രജിത്ത് എൻ്റെ പേര് പറഞ്ഞു, പലരുടെയും പേര് പറഞ്ഞപ്പോൾ എൻ്റെ പേരും പറഞ്ഞു. അപ്പോൾ ഞാനന്ന് ചെന്നൈയിൽ ഒരു തമിഴോടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഷൂട്ടിലായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞതുകൊണ്ട് അപ്പോൾ പിന്നെ സൈജു കുറുപ്പ് നന്നായിട്ട് കളിക്കുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ എടുത്തതാണ്. ഒരുപക്ഷെ സെലക്ഷന് പോയതൊക്കെ ഉറപ്പായിട്ടും ഇപ്പം ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്തു, പിന്നെ ഒരുപാട് ക്യാരക്ടർ ചെയ്തു, അത് മാത്രമല്ല ഹീറോ ചെയ്തു. ഇതിൽ ഈ കോമഡി എപ്പോഴാണ് വന്നത്? കോമഡി ചേച്ചി ആക്ച്വലി എല്ലാവരുടെ ഉള്ളിലും ഈ നർമ്മം എൻജോയ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ എനിക്കും കോമഡി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കർമ്മയോഗി എന്ന് പറഞ്ഞ VKP ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതുകൂടാണ്ട് ഞാൻ VKPയുടെ 1-2 ആഡിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പോൾ VKP ചിലപ്പം ഞാൻ VKP ആയിട്ട് അത്യാവശ്യം ക്ലോസ് ആണ്. അപ്പം അദ്ദേഹത്തിന് ചിലപ്പോൾ എൻ്റെ ഒരു ലൈറ്റർ സൈഡ് ചിലപ്പോൾ പുള്ളി മനസ്സിലായി കാണും, അല്ലെങ്കിൽ ഫോർ വാട്ട് എവർ റീസൺസ് ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പം ആ സിനിമ തൊട്ടാണ് എൻ്റെ ഒരു കോമഡി റോൾസ് എനിക്ക് കിട്ടി തുടങ്ങിയത്. അപ്പം ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോഴത്തേക്കും ഷിബു വെള്ളാനി എന്ന് പറഞ്ഞ തിരുവനന്തപുരം ബേസ്ഡ് ഒരു ക്യാരക്ടറാണത്. അപ്പോൾ അതിൽ ആരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും VKP എൻ്റെ ഒരു സജസ്റ്റ് ചെയ്തു. അനൂപനാണ് റൈറ്റർ. അപ്പം ബോത്ത് പേർ ഓക്കെ. അപ്പം ബാക്കി പലർക്കും കുറച്ച് അതിൻ്റെ വേറെ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരും അവരൊക്കെ അവർക്കൊക്കെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, സൈജു കുറുപ്പിന് അത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇവർ അഡമൻ്റ് ആയിരുന്നു, VKPയും അനൂപ് മേനനും. അത് സൈജു തന്നെ ചെയ്താൽ മതി. അപ്പം അവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലത്തെ ഒരു ആക്ടറെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് വിജയിക്കുവാണ് കുറച്ചുകൂടെ രസം. അതാണ് അതിൻ്റെ പുതുമ. ഇതിൻ്റെ ഇടയിൽ ഏത് ഫിലിം കഴിഞ്ഞ തമിഴിലോട്ട് പോയേ? തമിഴ് സിനിമ ഞാൻ ഒരുപാട് മുമ്പ് ചെയ്തായിരുന്നു. 2008 തോന്നുന്നു ആദ്യത്തെ പടം ചെയ്തത്. നമ്മുടെ മലയാളത്തിൽ ഏത് കഴിഞ്ഞ പോയേ? എനിക്ക് തോന്നുന്നു ഇത് മുല്ല കഴിഞ്ഞിട്ടാണ്. മുല്ലയ്ക്ക് വേണ്ടി ഞാൻ മീശ വളർത്തിയായിരുന്നു. അതിനുശേഷം ഈ തമിഴോടം കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അത് മീശ വേണ്ട. അപ്പം ഞാൻ മുല്ലയിൽ ഡ്യൂപ്ലിക്കേറ്റ് മീശയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് പെർഫോമൻസ് കണ്ടേച്ചാ അതിനകത്ത് വിളിച്ചേ? പെർഫോമൻസ് കണ്ടിട്ടല്ല, എൻ്റെ ഒരു ഫോട്ടോ കണ്ടാണ്. കുറേ ലക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ. ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്നതായാലും ഇപ്പം ഈ തമിഴ് സിനിമയിൽ പോയതായാലും സണ്ണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട് തൃശ്ശൂർ. അപ്പോൾ അദ്ദേഹം അന്ന് സൗത്ത് സൈഡ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു റിയാലിറ്റി ഷോയ്ക്ക്, ഒരു ചാനലിൽ റിയാലിറ്റി ഷോയ്ക്ക് എന്നെ കണ്ടപ്പോൾ പറഞ്ഞ്, സൈജു നമുക്ക് സൈജുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം, ഇത് 4 സ്റ്റേറ്റും കവർ ആകുന്ന ഒരു മാഗസിനാണ്. അപ്പം ഞാൻ പറഞ്ഞു, സണ്ണിജി ഞാനൊരു 1-2 പടങ്ങളൂടെ ചെയ്തിട്ട് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി കിട്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ നല്ലത്, ഇപ്പോഴേ അത് ചെയ്തിട്ട് എന്താ കാര്യം? അല്ലല്ല, അതിനിപ്പോൾ എന്താണ്, ഇപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം. പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 മാഗസിൻകാർ നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ ഇത് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പടങ്ങൾ കിട്ടും. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ആവശ്യം. സംഭവം കൺവിൻസ് മീ. പുള്ളി ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ആളാണ്. ഇൻഡസ്ട്രിയിൽ പലരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സണ്ണിജി. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് സൗത്ത് സൈഡിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ വന്ന് അങ്ങനെ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഒരു ലക്കത്തിൽ വന്നു. ആ ലക്കത്തിൽ തന്നെ ഭാഗ്യരാജ് സാറിൻ്റെ ഫാമിലി ഇൻ്റർവ്യൂവും ഫാമിലി ഫോട്ടോസൊക്കെ വന്നിരുന്നു. അപ്പം സാധാരണ അതിൽ മാഗസീൻകാർ ഒരു കോപ്പി എത്തിക്കുമല്ലോ.
അപ്പോൾ അങ്ങനെ ഭാഗ്യരാജ് വീട്ടിൽ എത്തിച്ചു. പുള്ളി ഇങ്ങനെ മറിച്ച് പുള്ളിയുടെ ഇൻ്റർവ്യൂ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ കണ്ടിട്ടാണ് പുള്ളി കോൺടാക്ട് ചെയ്തത്. ഇപ്പൊ ഇനി പുതിയ പ്രോജക്റ്റ് ഏതൊക്കെയാ? പുതിയതിനി ഞാൻ ഇനിയിപ്പം ഒരു 4 റിലീസാവാനുണ്ട്. ഒന്ന് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ രോഹിത്താണത് ഡയറക്റ്റ് ചെയ്യുന്നത്. ആസിഫ് അലിയാണ് ഓമനക്കുട്ടനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ കവി ഉദ്ദേശിച്ചത് വീണ്ടും ആസിഫ് അലിയാണ് എൻ്റെ ഈ ഓമനക്കുട്ടനിൽ കുറച്ചുകൂടെ ലൈറ്റർ സൈഡാണ്. കോമഡി അല്ല, പക്ഷെ ലൈറ്റർ, ഒരു കോമഡിയുടെ പീക്കൊന്നുമല്ല, പക്ഷെ ഒരു ലൈറ്റർ ക്യാരക്ടറാണ്. പിന്നെ കവി ഉദ്ദേശം എന്ന് പറഞ്ഞത് തോമസ് കുട്ടിയും ലിജോ തോമസ് എന്ന് പറഞ്ഞ ഇരട്ട സംവിധായകരാണ് സംവിധാനം ചെയ്യുന്നത്. ആസിഫ് അലി, ബിജു മേനൻ, നരേനൊക്കെ അഭിനയിക്കുന്നത്. അതിനകത്ത് സീരിയസ് ക്യാരക്ടറാണ്. ചെറിയ ഗ്രേ ഷെയ്ഡ്സും ഉണ്ട് അതിനകത്ത്. പിന്നെ ഒരു ചിൽഡ്രൻസ് ഫിലിം അരുൺ വിശ്വത്തിൻ്റെ ചെയ്തു, കോലിമിഠായി എന്ന് പറഞ്ഞ മാസ്റ്റർ ഗൗരവ് ഒക്കെ അഭിനയിച്ചിരിക്കുന്നത്. ഈ തമിഴിൽ ചെയ്തപ്പോഴേ സാധാരണ നമ്മൾ ഗേൾസ് അവിടെ പോകുമ്പോഴാണ് പേര് മാറ്റുന്നത്. ഇപ്പം ഈ ആമ്പിള്ളേർ പോയാലും പേര് മാറ്റണോ? ഞാൻ മാറ്റിയായിരുന്നു. അതെന്നെ പേരായിരുന്നു അവിടെ പോയിട്ട്? ഞാൻ മാറ്റിയത് അനിരുദ്ധ് എന്നായിരുന്നു. അനിരുദ്ധോ? അനിരുദ്ധ് മാറ്റാൻ കാരണം അത് ഈ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് വരുന്നതിന് മുമ്പാണ്. ഞാൻ ഈ സൈജു ഗ്രൂപ്പ് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ആയിരുന്നപ്പോഴത്തേക്കും ബേസിക്കലി സെൻട്രൽ ഇന്ത്യയാണ്. അവിടെ ഈ നായർ, മേനൻ, പിള്ള ഇതൊക്കെയാണ് മലയാളികളുടെ സർണയമായിട്ട് വെച്ചിരിക്കുന്നത്. നായരാണ് മെയിനായിട്ട്. അപ്പോൾ ഈ കുറുപ്പെന്ന് പറയുമ്പോഴത്തേക്കും എവിടുത്തെ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ കേരള. അപ്പം അവർക്ക് ഭയങ്കര അതിശയമാണ് കുറുപ്പെന്നൊക്കെ ഒരു സർണയം ഉണ്ടോന്ന് അവിടെ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം പൂർണ്ണിമ മാഡമായിട്ടാണ് കോർഡിനേഷൻ. അവിടെ ഡ്രൈവർ വരും, അവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ പൂർണ്ണിമ മാഡം ഡ്രൈവർക്ക് എഴുതിയല്ല കൊടുത്തത്, SMS അയച്ചില്ല. ഇങ്ങനെ ഫോണിൽ കൂടെ പറയാണ് സൈജു കുറുപ്പ്. പൂർണ്ണിമ മാഡത്തിന് എൻ്റെ പേര് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി അത് എഴുതിയെടുത്തത് വേറെന്തോ ആണ്. ഞാനവിടെ എയർപോർട്ടിൽ ചെന്ന് ഡ്രൈവറെ വിളിക്കുവാണ്. ഞാൻ പറഞ്ഞ് ഞാൻ കേരളത്തിൽ നിന്ന് ആക്ടറാണ്, അപ്പോൾ തമിഴ് ഒട്ടും അറിയില്ല. കേരള ആക്ടർ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ ഞാൻ ഇങ്ങനെ ഇருக்கு അവിടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പോന്നോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്കും പ്ലേ കാർഡ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്ലക്കാർഡ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവിടെ കുറേ എന്താണ് ചില കമ്പനീസിൻ്റെ പേര് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പേര് കാണുന്നില്ല. ഞാൻ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഡയൽ ചെയ്തു. അപ്പോൾ ഒരാൾ എടുത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയാൾ സൈജുവിന് വരെ എന്താ എഴുതിയിരുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. എന്ന് വെച്ചാൽ എൻ്റെ സർനെയിം കണ്ടപ്പോൾ തന്നെ ഞാനങ്ങ് ഇതായിപ്പോയി. ഗ്രൂപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഭാഗ്യരാജ് സാർ വാങ്ങ് സാർ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ലൊക്കേഷനിലെത്തുന്നു. ലൊക്കേഷനിലെത്തിയിട്ട് ഓരോ ആൾക്കാരുടെ പേര് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശാന്തനു, പുള്ളിയുടെ മകൻ ശാന്തനുവാണ് ഹീറോ. ശാന്തനുവും പൂർണ്ണിമ മാഡവും ഭാഗ്യരാജ് സാറും മാത്രമാണ് സൈജു എന്ന് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നത്. ബാക്കിയുള്ള രണ്ടരൊക്കെ എല്ലാ പ്രാവശ്യം എന്നെ വിളിക്കേണ്ടപ്പം സാർ പേരെന്നാ സാർ? സൈജു കുറുപ്പ്. ഓക്കെ. പിറ്റേ ദിവസം പോകുമ്പോഴത്തേക്കും ഈ 10 പ്രാവശ്യം ഇവരുടെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ ഇറങ്ങി വന്നിട്ട് സാർ നിങ്ങളുടെ പേരാണോ സാർ? ഇത് നാവുകമില്ല. ഞാൻ പറഞ്ഞു സൈജു കുറുപ്പ്. ഓക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ രണ്ടാമത്തെ പടം കിട്ടുവാണ്, മറുപടിയും ഒരു കാതൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തായിരിക്കണം ഇവരും. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഹീറോ ആണ്. അപ്പം ഒരു 10-40 ദിവസം ഞാൻ ചെന്നൈ തന്നെ കാണും. അപ്പോൾ എൻ്റെ പേര് തന്നെ ഞാൻ എന്താണ് വികൃതമായിട്ട് കേൾക്കട്ടല്ലോ തോർത്ത്, എന്നാൽ പിന്നെ ഒരു പേര് വരെ തോർത്ത്. അങ്ങനെ എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്താണ്. ആ വൈഫൊരു പത്രം സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് അനിരുദ്ധാണ് കുറച്ചുകൂടെ ഇത് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പലരും പറയാറുണ്ട് സൈജു, നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ്, സൈജു തമിഴിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് സ്വാമി, തെലുങ്ക് പോകുമ്പോൾ അനിരുദ്ധ് റെഡ്ഡി, കന്നഡയിൽ പോകുമ്പോഴത്തേക്കും അനിരുദ്ധ് ഷെട്ടി. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം എയർടെലിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ടൈം ഒരു അറിവും ഇല്ലാതെയായിരുന്നു ശ്രീകുട്ടൻ ചോദിച്ചത് അഭിനയിക്കുന്നുണ്ടോ എന്ന്. അപ്പം അഭിനയിക്കാനൊന്നും ഒട്ടും ക്രേസ് ഇല്ല, അങ്ങനെ സിനിമ പ്രാന്തെന്നും പറഞ്ഞൊന്നും നടന്നില്ല. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഓക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെയും പടം ഇറങ്ങിയതിന് ശേഷം 1.5 വർഷം യു ടുക്ക് എ ഗുഡ് ഗ്യാപ്പ്. അപ്പോൾ ഒരു ഇതില്ലാതെ നമുക്ക് ക്യാരക്ടേഴ്സ് വരുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഇപ്പുറത്ത് ജോലി 100% ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നാലും ജോലിക്ക് പോകത്തില്ല, ഞാൻ വാശിക്ക് സിനിമയിൽ തന്നെ നിൽക്കും എന്ന് വെച്ചിട്ട് എന്നതിന് ചേച്ചി 1.5 വർഷം ഞാൻ പറഞ്ഞത്, ഞാൻ സിനിമയിൽ വന്നിട്ട് സിനിമയിൽ സജീവം ഞാൻ ഒരിക്കലും ഒന്നായിട്ടില്ലായിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ഞാൻ 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ഞാൻ 2005 മയൂഖം റിലീസാവുന്നത്. 2012 ട്രിവാൻഡ്രം ലോഡ്ജ് സംഭവിക്കുന്നത്. അപ്പം ഒരു 2005 തൊട്ട് 2010 2011 എൻ്റെ ലാസ്റ്റ് പടം റിലീസാവുന്നത് മലയാളത്തിൽ. അതിനുശേഷമാണ് 1.5 വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ മയൂഖം റിലീസായതിനു ശേഷം ഈ പറഞ്ഞ 1.25 വർഷത്തെ എനിക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. അത് ഞാൻ അപ്പോഴത്തേക്കും കല്യാണം കഴിച്ചു.
അപ്പം ഇങ്ങനെ വീട്ടുകാരുടെ ഇതും അതൊക്കെ ആയിട്ട് ചാന്ത് പൊട്ടെന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ വിളിക്കുവാണ്, ഇന്ദ്രജിത്ത് എന്ന ക്യാരക്ടർ. അങ്ങനെ ഞാൻ വന്നിട്ട് എൻ്റെ ബോസ് അലക്സാണ്ടറൊക്കെ ഞാൻ പറയുന്നു, അലക്സ് അഗെയിൻ എ ഗുഡ് ന്യൂസ്. അപ്പോൾ അലക്സ് ഓൾറെഡി ഭയങ്കര എതിരായിരുന്നു ഞാൻ സിനിമയിൽ പോകുന്നതിൽ. അപ്പോൾ അലക്സിൻ്റെ ഒരു വേർഷനിൽ അലക്സാണ്ടറൊക്കെ അന്ന് ഞാൻ മയുഗം ചെയ്യുന്ന സമയത്ത് എൻ്റെ പറഞ്ഞിരുന്നത്, ബോസ് യു ആർ നോട്ട് ഫിറ്റ് ഫോർ മൂവി ഇൻഡസ്ട്രി, യു ആർ എ നൈസ് ഗായ്, യു ആർ എ കോർപ്പറേറ്റ് ഗായ്, ദർ ആർ ലോട്ട് ഓഫ് ക്രോക്കോഡൈൽസ് വെയിറ്റിംഗ് ഫോർ യു ദേ. എവിടെ? ഫിലിം ഇൻഡസ്ട്രിയിൽ. അവർ നിന്നെ വിടിയും കളയുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സ് ഞാനിപ്പോൾ ഒരു സിനിമയല്ലേ ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും ചെയ്തിട്ട് ഞാൻ നിർത്തിക്കോളാം, പിന്നെ ആ സിനിമയും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുടെ ഞാൻ വീണ്ടും പറയുകയാണ്, അലക്സ് ഒരു ഉഗ്രൻ ഓഫർ വന്നിട്ടുണ്ട്, ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 25 days മതി, മയുഗം പോലെ 2 മാസം വേണ്ട. ബോസ് യു പുട്ട് യുവർ പേപ്പേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല അലക്സ്, ഇല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഇല്ല ഇഫ് യു കാൺ ദെൻ ഐ ആം ഓക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഈ മയുഗം റിലീസായി. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സിനിമ കിട്ടുവാണ് എനിക്ക്, ലാലേട്ടൻ്റെ ഒരു സിനിമ. അപ്പോൾ ഞാനൊരു ഒരാഴ്ചത്തെ ലീവൊക്കെ എടുത്ത് ഞാനങ്ങനെ പോയി. പക്ഷേ അവിടെ കുറച്ച് എനിക്ക് പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും കുറച്ച് അവിടെ 1-2 പേരുണ്ടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ കുറച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്ത്. അപ്പം ലൊക്കേഷനിൽ അപ്പം നിൻ്റെ ഫസ്റ്റ് പടം എത്ര പേര് കണ്ടിട്ടുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. അപ്പം ഞാനെൻ്റെ ക്യാരക്ടർ ചോദിച്ചതാണ്. അപ്പം എനിക്കറിയില്ലെന്ന് പറഞ്ഞു. നിൻ്റെ പേര് എത്ര പേർക്കറിയാം? ഞാൻ പറഞ്ഞു അതും എനിക്കറിയില്ല. നിൻ്റെ മുഖം എത്ര പേർക്കറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മുടെ വിഷയം അതല്ലല്ലോ, എൻ്റെ ഈ പടത്തിലെ കഥാപാത്രം എന്താണെന്നത് എൻ്റെ വിഷയം. ഇപ്പോൾ ഞാനൊരു ബോൺ ആക്ടറല്ല, അപ്പോൾ എനിക്ക് എൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ഇതായി. അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു. എന്തായാലും എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ, അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ സിനിമ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷേ ഞാൻ എൻ്റെ വികാരങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഒരു കേരളത്തിലെ ഒരു 10% ആൾക്കാരെങ്കിലും എൻ്റെ മുഖം അല്ലെങ്കിൽ എൻ്റെ പേരറിയുന്ന രീതിയിൽ എനിക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡിസിഷൻ എടുക്കുകയാണ്. അതെ, ആരോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. എനിക്ക് സിനിമകളേ ഇല്ല, സിനിമ കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ കഥാപാത്രങ്ങളല്ല. എൻ്റെ അഭിനയം പ്രശ്നം, ഇതെല്ലാം കൂടെ ആയിട്ട് എന്താ ചെയ്യേണ്ടത് മെസ്സായി. ഈ മെസ്സിൽ ഞാനൊരു 6 വർഷം കിടന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ എനിക്ക് നല്ല സിനിമകളും കിട്ടി. ഇപ്പം എനിക്ക് ഷാജി സാറിൻ്റെ ബാബ കല്യാണിലൊരു ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഹലോ എന്ന് പറഞ്ഞ സിനിമ കിട്ടി, മുല്ല എന്ന് പറഞ്ഞ സിനിമ കിട്ടി, കർമ്മയോഗി അത് നന്നായിട്ട് പോയില്ലെങ്കിൽ പോലും അതിനകത്തൊരു ഉഗ്രം ക്യാരക്ടറായിരുന്നു. അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടി. പക്ഷെ അതൊന്നും ഒരു വർക്കൗട്ടായില്ല. അതായത് പടങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് റീച്ച് ആയില്ല.